السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. ഗുരു ശിഷ്യ ബന്ധം എന്ന ബന്ധം ഒരു വല്ലാത്ത ബന്ധം തന്നെയാണ്. ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ABCD എന്താണെന്ന് അറിയാത്ത നമുക്ക് അല്ലെ നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഗുരുക്കന്മാരാണ്. അത് സ്കൂളിലാകട്ടെ മദ്രസകളിലാകട്ടെ അത് എവിടെയും ആയിക്കോട്ടെ, ആ എന്നൊരക്ഷരം അല്ലെങ്കിൽ അലിഫ് എന്നൊരക്ഷരം നമുക്ക് ആര് പറഞ്ഞു തരുന്നോ, ആര് പഠിപ്പിച്ചു തരുന്നോ, അവർ നമ്മുടെ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാർ സദാസമയവും സ്കൂളിലായാലും മദ്രസയിലായാലും എപ്പോഴും സദാസമയം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ്. 4 അക്ഷരം പഠിപ്പിച്ചു തന്നാൽ ആ വഴിയായിട്ട് അവർക്ക് ഹൈറായൊരു വഴി അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖൈറക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമന്മാരാരാണ്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഉത്തമന്മാരെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. തുച്ഛമായ ശമ്പളം മേടിച്ച് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സദാസമയം ബുദ്ധിമുട്ടുന്ന ഉസ്താദുമാർ, ആ ഗുരുക്കന്മാരെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല. ഉസ്താദുമാരെ വെറും കൂട്ടുകാരെ പോലെ കാണുന്നവരാണ്. അവരുടെ മുന്നിൽ വച്ച് ഉച്ചത്തിൽ സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക, ഇതൊക്കെ അദബുകേടാണ്. അവരൊരക്ഷരം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും നന്ദിയും സ്നേഹവും നമ്മൾ അവരോട് കാണിക്കുക. ഉസ്താദുമാർ ഒരു ഭാഗത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒന്നിച്ച് അവരുമായിട്ട് ഇരിക്കുന്നത് അദബുകേടാണ്. അതുപോലെ ഉസ്താദുമാരുമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ മുന്നിലൂടെ നമ്മൾ നടക്കാൻ പാടില്ല. അതുപോലെ ഉസ്താദുമാർ ആരോടെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. അതുപോലെ ഉച്ചത്തിൽ സംസാരിക്കരുത്. അതുപോലെ ഉസ്താദുമാർ, ഗുരുക്കന്മാർ, ആരുമായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലും അത് ഹൈറായ കാര്യമാണ്, നല്ല കാര്യമാണ് അവർ പറയുന്നതെന്ന് നമുക്ക് തോന്നിയാൽ ആ കാര്യം ഉടനെ ചെയ്യുക, ഉടനെ അനുസരിക്കുക. അങ്ങനെയുള്ള ഗുരുക്കന്മാരോട് അല്ലെങ്കിൽ ഉസ്താദന്മാരോട് എത്ര ഖിദ്മത്ത് ചെയ്താലും അവർക്ക് വേണ്ടി എന്തുമാത്രം വഴിപ്പെട്ടാലും അതൊന്നും അധികമാകില്ല. ഉസ്താദുമാരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പോലും പറഞ്ഞിട്ടുള്ളതാണ്, ഗുരുക്കന്മാർ ഉസ്താദുമാർ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് മഹത്തായ വലിയൊരു ബന്ധം തന്നെയാണ്. പണ്ട് എൻ്റെ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു യാത്ര പോവാം. ഗുരുവും ശിഷ്യനും കൂടി നടന്ന മരുഭൂമിയിൽ കൂടെ നടന്ന് കുറേ നടന്നു കഴിഞ്ഞപ്പോഴേ ഇവർക്ക് 2 പേർക്കും വയറ്റിൽ നിന്ന് പോകണം എന്നൊരാഗ്രഹം തോന്നി. വയറ്റിൽ നിന്ന് പോയാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഗുരു ഒരു ഭാഗത്തോട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ മാറിയിരുന്നു. ഗുരുവിൻ്റെ ആവശ്യം നിറവേറ്റി. കുറേ ദൂരം മാറിയിരുന്ന ശിഷ്യനും അതുപോലെ തന്നെ ആവശ്യം നിറവേറ്റി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും വലിയ ആശ്വാസമായി. അങ്ങനെ 2 പേരും അങ്ങോട്ട് നടന്നു. കാരണം വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൃത്തിയാക്കണമല്ലോ, ശുദ്ധിയാക്കണമല്ലോ. അതിനുള്ള വെള്ളം അന്വേഷിച്ച് കുറേ അങ്ങ് നടന്ന് 2 ഗുരുവും ശിഷ്യനും കൂടി അങ്ങ് നടക്കുമ്പോഴേ ഒരു കിണർ കണ്ടു. ഭയങ്കരമായ ആഴമുള്ള താഴ്ചയുള്ളൊരു കിണറാണ്. വെള്ളം കോരി എടുക്കാൻ യാതൊരു മാർഗവുമില്ല, വെള്ളം കിട്ടാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ 2 പേരും കൂടി ആലോചിച്ച് നിന്നു. അങ്ങനെ ഗുരുവിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ആ ഉടുത്തിരുന്ന വസ്ത്രം മേളിലോട്ട് പൊക്കിയിട്ട് ആ കുണ്ടി ഭാഗം വെള്ളത്തിലേക്ക് കാണിച്ചിട്ട് ആ ഗുരു എന്തു പറഞ്ഞു? വെള്ളം കണ്ടാൽ ഗുരുകുണ്ടി ശുദ്ധം. വെള്ളം കണ്ടാൽ ഗുരുകുണ്ടി ശുദ്ധം. ഇത് നോക്കി നിന്ന ശിഷ്യൻ എന്തു പറഞ്ഞു? വെള്ളം കണ്ടപ്പോൾ ശുദ്ധിയായ ഗുരുകുണ്ടി ശിഷ്യൻ കണ്ടാൽ ശിഷ്യകുണ്ടി ശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും വസ്ത്രം താത്തിയിട്ട് യാത്ര തുടർന്നു. അങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധം നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഗുരുവും ശിഷ്യനും ആകാൻ പാടില്ല. പിന്നെ എങ്ങനെയാകണം? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട അവരുകൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വെളിയിലോട്ട് നോക്കുമ്പോഴേ ഒരു 6 ഇഞ്ച് വീതിയിലുള്ള ഒരു ചെറിയ
കൊച്ചു തുണിയും ഉടുത്തുകൊണ്ട് ഒരു കയ്യിൽ വെട്ടുകത്തിയുണ്ട്, ഒരു തോളയിൽ ഒരു ഏണിയുമുണ്ട്. അങ്ങനെ ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടുകൊണ്ട് മഹാനവറുകൾ ചാടി എഴുന്നേറ്റ് അവിടെ നിന്നു. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ, ആ മനുഷ്യൻ തെങ്ങ കയറുന്ന ആളാണ്, തേങ്ങ ഇടുന്ന ആളാണ്. ആ മനുഷ്യനെ കണ്ടുകൊണ്ട് എന്തിനാ മഹാനവറുകളെ ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് എന്താണ് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ആ പോയത് എൻ്റെ ഗുരുവാണ്, എൻ്റെ ഉസ്താദാണ്. എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് ആ പോയത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഉസ്താദെ അദ്ദേഹം പഠിപ്പിച്ചു തന്നത്? ഒരു പട്ടി നടന്നു പോയാൽ ഒരു കാല് പൊക്കി മൂത്രമൊഴിക്കുന്നത് കാണാറുണ്ട്. അതെന്താണ്? ഒരു കാല് പൊക്കിയ പട്ടി മൂത്രമൊഴിക്കാൻ കാരണം എന്താണ്? ശിഷ്യന്മാർക്കറിയില്ല. അന്നേരം ഉസ്താദ് പറഞ്ഞു, അത് എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതെന്ന എൻ്റെ ഗുരുവാണ് ആ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ പട്ടി ഒരു കാല് പൊക്കി മൂത്രമൊഴിക്കുന്നത് എന്താണ്? അത് പ്രായപൂർത്തിയായ പട്ടിയാണ്, ബുലുവായ പട്ടിയാണ്. അപ്പോൾ പട്ടി എങ്ങനെയാണ് പ്രായപൂർത്തിയാവുന്നത്? അതിൻ്റെ അടയാളം എന്താണ്? പട്ടി ബുലുവാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ അടയാളം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുവാണ് പോയത്. അതുകൊണ്ടാണ് ഗുരുവിനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് നിങ്ങളും എന്തൊരു കാര്യം, നിസ്സാരമായ കാര്യം, ചെറുതായിട്ട് വലുതായിട്ട് ഒരു കാര്യം ഒരാൾ നിങ്ങളെ പഠിപ്പിച്ചു തന്നാൽ ജാതിയും മതവും വലിപ്പച്ചെറുപ്പം നോക്കാതെ ആ ഗുരുവിനെ നിങ്ങൾ ബഹുമാനിക്കണം. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഗുരുക്കന്മാരെ, ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന രീതി നമ്മളെ മക്കളെ പഠിപ്പിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.